സങ്കടപ്പെടുത്തുന്ന വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. ആദായ നികുതി റെയ്ഡിനിടെ പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ ഡോക്ടർ റോയ് CJ ജീവനൊടുക്കി. ബംഗളൂരുവിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്യുമെന്ന സൂചനയുണ്ടായിരുന്നുവെന്നും 1 മണിക്കൂറോളം ഡോക്ടർ റോയ് CJയെ ചോദ്യം ചെയ്തുവെന്നുമാണ് ജീവനക്കാരുടെ മൊഴി. ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ കർണാടക പോലീസ് കേസെടുത്തു. Today in the Ashok Nagar police station limits, an incident has taken place wherein the Confident Group chairman and founder, he has reportedly shot himself dead. As of the initial reports, the soccer team, the ballistic team all have come here. We are inquiring into it. We are taking up a case. The body was, the injured person was immediately shifted to a nearby hospital where he was declared dead, brought dead. As of now, the reports say that since last 2 to 3 days, the income tax team were having a search and search of this premises, but we are not aware of all the details. മരണത്തിന് ഉത്തരവാദി ആദായ നികുതി ഉദ്യോഗസ്ഥരെന്നും IT ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ പ്രകാശ് പറഞ്ഞു. നേരത്തെ മുറിയിൽ വെച്ച രേഖകൾ തുറന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്തത് എന്നും 3 ആഴ്ച മുൻപ് കോൺഫിഡന്റ് അടക്കമുള്ള 4 ബിൽഡേഴ്സിൽ പരിശോധന നടത്തിയിരുന്നുവെന്നും ആദായ നികുതി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. വിവരങ്ങളുമായി മനീഷ് മൂർത്തിയാണ് ചേരുന്നത്. മനീഷ്, തീർത്തും സങ്കടകരമായ വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തുവന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി ലഭ്യമായിരിക്കുന്നത്? പ്രവിധ അശോക് നഗർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. DCPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പ്രാഥമിക വിവരശേഖരണമെല്ലാം നടത്തിയിട്ടുണ്ട്. ഫോറൻസിക്കിന്റെയും ബാലിസ്റ്റിക്കിന്റെയും ഒക്കെ ടീമുകൾ അവിടെ എത്തുകയും പ്രാഥമിക വിവരശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. IT ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. അർത്ഥത്തിൽ എന്തായാലും പരിശോധന അല്ലെങ്കിൽ കേസെടുത്ത് ആത്മഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. പ്രാഥമികമായി തന്നെ FIR ഇട്ടിരിക്കുന്നതും ആത്മഹത്യ ചെയ്തു എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ആ അർത്ഥത്തിലാണ് എന്തായാലും കേസ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ജീവനക്കാരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ജീവനക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 1 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ഡോക്ടർ റോയ് CJയെ. മാത്രമല്ല വലിയ ഭീഷണി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ഭീഷണി, എന്നൊരു പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ജീവനക്കാർ പോലീസിന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അതിനുശേഷമായിരിക്കും നാളെയാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇന്ന് രാത്രിയോടുകൂടി നാളെ പുലർച്ചയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമെല്ലാം ബംഗളൂരുവിലെത്തും. അതിനുശേഷമായിരിക്കും ബംഗളൂരുവിൽ തന്നെയായിരിക്കും സംസ്കാരം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബോറിംഗ് ഹോസ്പിറ്റലാണ് നിലവിൽ മൃതദേഹമുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ വൈകിട്ടോടുകൂടി സംസ്കാരം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. വലിയ ആരോപണം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. IT-യിൽ നിന്ന്, ആദായ നികുതി വകുപ്പിൽ നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകം അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞൊക്കെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തായാലും വരുന്നത്. ആ ഉദ്യോഗസ്ഥൻ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. IT-യുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണമെന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതായത് 3 ആഴ്ച മുമ്പ് കോൺഫിഡന്റ് അടക്കമുള്ള ബിൽഡേഴ്സുകളിൽ ബംഗളൂരുവിലെ ബിൽഡേഴ്സുകളിൽ പരിശോധന നടത്തിയിരുന്നു. കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് നടത്തിയത്. ഇവിടെ നിന്നും പിടിച്ചെടുത്ത കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്നും പിടിച്ചെടുത്ത ചില രേഖകൾ അത് അവിടെ തന്നെ ഒരു മുറിയിൽ അടച്ച് സീൽ ചെയ്ത് സൂക്ഷിച്ചിരുന്നു. ഈ രേഖകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് IT വകുപ്പിൽ നിന്നുമുള്ള അല്ലെങ്കിൽ IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. 3:15 കൂടിയാണ് മരണം സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നു. എന്തായാലും 1 മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നതിന് ശേഷം വീണ്ടും രേഖകൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ രേഖകൾ എടുക്കാനായി മുറിയിലേക്ക് പോവുകയായിരുന്നു ഡോക്ടർ റോയ് CJ എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. അവിടെ വെച്ചാണ് വെടിയുതിർത്ത് മരിക്കുന്ന ഒരു നിലയുണ്ടായത്. വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അവിടെ വെച്ചാണ് മരണം ഡിക്ലെയർ ചെയ്യുന്നത്. എന്തായാലും ഒരു വലിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. വലിയ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അത്ര മാനസിക ധൈര്യമുള്ള ഒരാളാണ്, അത്ര ദുർബലനല്ല. ഈ പറഞ്ഞ രീതിയിലുള്ള കേസുകളോ അല്ലെങ്കിൽ IT റിട്ടേൺസ് ഫയൽ ചെയ്യാത്ത പ്രശ്നങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിക്കുന്ന ഒരാളല്ല. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള IT സംഘം അവിടെ പരിശോധന നടത്തുന്നതിന് ഹൈക്കോടതിയിൽ പോവുകയും ബംഗളൂരു കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്നൊരു സ്റ്റേ വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അയാൾ തീർച്ചയായും എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ആദായ നികുതി റെയ്ഡിനിടെയാണ് പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ ഡോക്ടർ റോയ് CJ ജീവനൊടുക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ബംഗളൂരുവിലെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനീഷ് മൂർത്തി നൽകുന്ന വിവരം. റോയ് CJയുടെ സംസ്കാര ചടങ്ങുകൾ നാളെയാകും നടക്കുക.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.